മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റിയുള്ള VBG റാംജി ബില്ല് ലോക്സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് ലോക്സഭയിൽ ബില്ല് പാസാക്കിയത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിപക്ഷം ബില്ലുകൾ കീറിയെറിഞ്ഞു. വർഷം പഴക്കമുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക് മിഷൻ അഥവാ VBG റാം ബില്ലിനെതിരെ അസാധാരണ പ്രതിഷേധമാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ഉയർത്തിയത്. ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കോ JPCക്കോ വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി സർക്കാർ ബിൽ പാസാക്കുകയായിരുന്നു. ബിൽ പാസായതോടെ 6 മാസത്തിനുള്ളിൽ പുതിയ പദ്ധതി നടപ്പിലാകും. ഗാന്ധിയൻ ആശയങ്ങളെ അവഹേളിച്ചുകൊണ്ടാണ് ബിൽ പാസാക്കിയെടുത്തതെന്നായിരുന്നു പ്രധാന വിമർശനം. ഗാന്ധിയുടെ പാരമ്പര്യത്തെ സർക്കാർ ദുർബലപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ എംപിമാർ ആരോപിച്ചു. സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന രീതിയിൽ ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത്. संसदीय परंपराओं के अनुरूप भी नहीं है और भारत के लोकतंत्र के अनुरूप भी नहीं है. ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യവും ഗ്രാമസ്വരാജ് എന്ന ആശയവുമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. RSSനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങളെയും മന്ത്രി തള്ളി. लोकतांत्रिक परंपराओं को तार तार करना है, संविधान की धज्जियां उड़ाना है. और माननीय अध्यक्ष महोदय, ये बापू के आदर्शों की हत्या भी कर रहे हैं. अपनी बात सुना दो और हमारी ना सुनो, ये भी तो हिंसा है माननीय अध्यक्ष महोदय. ये बापू के आदर्शों की हिंसा करने का पाप कांग्रेस और बाकी विपक्ष कर रहे हैं. പുതിയ ബില്ലിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കും 10%, മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 40% ബാധ്യതയും വരും. തൊഴിലുറപ്പ് ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്ന് 125 ഉയർത്തിയിട്ടുണ്ട്. പദ്ധതിക്കായി അംഗീകരിച്ച തൊഴിലുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.